നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. കാരണം കുറച്ച് പേര് ഹിന്ദുസ്ഥാൻ കോപ്പറിനെ കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോപ്പറിന് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ഡിമാൻഡ് എല്ലാ കാലത്തും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല, അതിന് ഇൻഡസ്ട്രിയലായിട്ടുള്ള ഡിമാൻഡുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കാണുന്ന പരിതസ്ഥിതിയിൽ ഇലക്ട്രോണിക്സ് ആകട്ടെ, കൂടാതെ പവറാകട്ടെ, അതിന് വേണ്ടിയിട്ടുള്ളൊരു കോപ്പർ ഡിമാൻഡ് നമുക്ക് പലപ്പോഴും മീറ്റ് ചെയ്യുന്ന പറ്റുന്നതിനേക്കാളും കൂടുതലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കോപ്പറിന് മോശമില്ലാത്ത ഒരു റിട്ടേൺസ് കമ്മോഡിറ്റിയിൽ ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ ഇന്ത്യയിലെ ഏക കോപ്പർ മൈൻ ഓപ്പറേറ്ററാണ്. കോപ്പർ ഓർ ഉണ്ടാക്കുന്ന ഏക ആൾ ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മാർജിൻസ് മോശമില്ലാതെ നന്നായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭാവിയിലേക്ക് കൂടി നോക്കി കാണുമ്പോൾ ഈ ഒരു കമ്പനി എത്തരത്തിലാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ ഈ ഒരു വില നിലവാരത്തിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നത് ഉചിതമായിരിക്കുമോ എന്നുള്ളതുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രധാന പ്രതിപാദന വിഷയം. നമുക്കറിയുന്ന പോലെ തന്നെ ഇന്നത്തെ ഒരു വില നിലവാരം അനുസരിച്ച് ഏകദേശം 65 എന്ന് പറയുന്നൊരു PE-യിലെത്തി നിൽക്കുന്നു. ഏകദേശം 385 എന്ന വില നിലവാരത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ ഏകദേശം 50% ഉള്ള ഒരു റിട്ടേൺസ് നൽകുകയും ചെയ്തു. ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ബേസിക് നമ്പേഴ്സൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളാണ്, വളരെ നല്ല നമ്പേഴ്സാണ്. ഫിനാൻഷ്യൽസൊക്കെ നമുക്കറിയുന്ന പോലെ തന്നെ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹോൾഡിങ്ങിലുള്ളൊരു കമ്പനിയാണത്. PSU ആണ്. സെയിൽസ് ഗ്രോത്ത് ഏകദേശം 20% അടുത്തുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം 60% അടുത്തുണ്ട്. ROE ഒക്കെ 20%, ആ ഒരു ഇൻ ആൻഡ് അറൗണ്ട് 20% ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് നമ്മൾ ബോദർ ചെയ്യുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിഗേഴ്സാണ്. ഹിൻഡാൽകോ പോലുള്ള കമ്പനികളൊക്കെ കോപ്പർ സ്മെൽറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഓറിന് വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പറിനെ ആശ്രയിക്കുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ കോപ്പർ പേസ്റ്റ് ആയിട്ട് പുറത്തു നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നു. പ്രതീക്ഷിക്കപ്പെടുന്ന കപ്പാസിറ്റി അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ളതിൻ്റെ ഏകദേശം 3 ഇരട്ടിയോളം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ആകർഷണീയമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവരുടെ പ്രസൻറ്റേഷനിൽ പറയുന്ന പോലത്തെയുള്ള വർദ്ധിപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള കാപ്പക്സ് ഫണ്ടിങ്ങിന് വേണ്ടി അധികം കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. 3000 കോടി രൂപയുടെ അടുത്ത് വരുന്ന ക്യാഷ് റിസോഴ്സ് കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, കടമെടുത്തിട്ട് അതിൻ്റെ ഒരു എക്സ്പെൻഡിച്ചർ കൂടി കൂട്ടേണ്ട ഒരു അവസ്ഥയില്ല. കൂടാതെ ഒരു മോണോപ്പൊളിയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതും ഇതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇന്ത്യൻ കോപ്പർ കോംപ്ലക്സ്, ഖെത്രി കോപ്പർ കോംപ്ലക്സ്, മലഞ്ചാങ്കാട് കോപ്പർ പ്രോജക്റ്റ്, ഇവയൊക്കെയാണ് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് പൈപ്പ് ലൈനിലുള്ള പ്രോജക്ട്സ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത്രയൊക്കെ നല്ലൊരു കമ്പനി ആയിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കാതെ വിടുന്നത് ശരിയാണോ, അഥവാ ഇപ്പോൾ നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ളതാണ്. അതൊരു വാല്യൂഷൻ നമുക്ക് നടത്തി അറിയണമെങ്കിൽ നമുക്കൊരു ആവറേജ് CAGR എത്ര ഈ 2025 മുതൽ 2030 വരെ ഉള്ളത് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കേണ്ടി വരും. ഒരു പ്രോഫിറ്റ് CAGR ഒരു 25% എന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഇന്നുള്ള 246 കോടി രൂപയിൽ നിന്നും 1480, 1500 കോടി രൂപ എന്നൊരു പ്രോഫിറ്റിലേക്കൊക്കെ എത്തിപ്പെടുമെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് താരതമ്യേന ഒരു ഏർണിങ്സ് പെർ ഷെയർ EPS ഏകദേശം ഒരു 16 എത്തിക്കഴിഞ്ഞാൽ അതൊരു കംഫർട്ടബിൾ വാല്യുവേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാവുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെയുള്ള കപ്പാസിറ്റി എക്സ്പാൻഷൻ വേണം. ഏകദേശം 3 ഇരട്ടിയായിട്ട് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാനുള്ള ആ ഒരു പ്രോജക്ട്സ് ഒക്കെ റൺ ചെയ്യണം. കൂടാതെ കോപ്പറിനെ സംബന്ധിച്ച് നമുക്കറിയുന്ന പോലെ തന്നെ ഏകദേശം 7 മുതൽ 8% വരെയുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഡിമാൻഡ് റൈസ് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ കോപ്പറിൻ്റെ കൂടെ തന്നെ സ്മെൽറ്റിങ്ങിൻ്റെ അകത്തൊക്കെ ഓൾറെഡി കിട്ടുന്നൊരു സംഭവമാണ് സിൽവർ. ഇന്നത്തെ രീതിയിൽ ഏകദേശം 8%-ഓളമുള്ള ഒരു റവന്യൂ സിൽവറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ വാല്യുവേഷനാണ് നമുക്ക് ആശങ്കയ്ക്ക് വക നൽകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ പ്രൈസ് അടുത്ത കാലത്തായിട്ട് ഈ പറഞ്ഞ പോലെ മുകളിലേക്ക് വന്നു എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ തുടർച്ചയായിട്ട് താഴോട്ട് വരാതെ തന്നെ മുകളിലേക്ക് പോകുമോ എന്നുള്ളൊരു കാര്യം കുറച്ചൊരു സംശയമാണ്. ഒരു പുൾ ബാക്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പുൾ ബാക്ക് വളരെ ചെറുതാണെങ്കിൽ പോലും, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10% കോപ്പർ പ്രൈസ് കറക്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ഈ 10% കോപ്പർ പ്രൈസ് കറക്ഷൻ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഏകദേശം 1/3 പ്രോഫിറ്റും ഇല്ലാതാക്കി കളയുമെന്നുള്ളതാണ്. നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിൽ വെക്കണം. കാരണം ഈ കാപ്പക്സ് ഫണ്ടിങ്, അതുപോലെ കാപ്പക്സ് പ്ലാൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഒരു ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സർക്കാരിൻ്റേതായിട്ടുള്ള ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെഥാർജിയൊക്കെ ഇതിൻ്റെ അകത്ത് വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. പറഞ്ഞ സമയത്തൊന്നും ഈ പ്രോജക്ട്സ് ഒന്നും ഒരിക്കലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 2030-31 ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി എക്സ്പാൻഷൻസ് ഒക്കെ നടക്കുമോ എന്നുള്ള ഒരു ചെറിയൊരു സംശയമുണ്ട്. പോരാത്തതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സൊക്കെ മോശമില്ലാത്ത റിട്ടേൺസ് ഇതിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും കുറച്ച് ആഴ്ചകളൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ കരുതുന്നുണ്ട്. പിന്നെ നമ്മൾ ഫൈൻ പ്രിൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മൊത്തമുള്ള ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ ഓൾറെഡി അതിൻ്റെ അകത്ത് 3-4 പ്രോജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും മൊത്തമുള്ള ഫണ്ട്സിൻ്റെ ഏകദേശം 70% മലാഞ്ച്കണ്ട് മൈനിലേക്ക് മാത്രമാണ് ഫണ്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ പ്രോജക്റ്റിൻ്റെ അകത്ത് 70% ഫണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു റിസ്ക് ഉണ്ട്. നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് എവിടെയോ ആവട്ടെ എന്ത് വലിയ പ്രോജക്ട്സ് വന്നു കഴിഞ്ഞാലും അതൊന്നും നേരത്തിനും കാലത്തിനും നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടനേകം ശക്തികളൊക്കെ അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു റിസ്ക്കുകളും നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു 50-55 എന്ന ഒരു നിലവാരത്തിലൊക്കെ എത്തുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ എൻട്രി ചെയ്യാവുന്നതാണ്. അതായത് ഏകദേശം ഒരു 300-320 എന്ന വില നിലവാരത്തിൽ. അതേപോലെ തന്നെ അടുത്തൊരു ക്വാർട്ടറിൽ ഈ പ്രൊഡക്ഷൻ ടാർഗറ്റ് ആയിട്ടുള്ള 4.35 മെഗാടൺസ് എന്ന് പറയുന്ന ഈ ഒരു ടാർഗറ്റിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതൊന്നുകൂടി കണ്ണുവയ്ക്കുക. ഇല്ലെങ്കിൽ പിന്നീടുള്ള ക്വാർട്ടേഴ്സിൻ്റെ അകത്തൊക്കെ ഇത് ബാധിക്കും, ഈ വില നിലവാരം താഴേക്കും പോകും. കാരണം ഇതുപോലെ നമ്മുടെ ഒരു ക്യാപിറ്റൽ ഗുഡ്സൊക്കെ പലപ്പോഴും നമുക്ക് ഒരു ക്വാർട്ടർ മുമ്പൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് റിസൾട്ട്സൊക്കെ ഒന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിയുമെന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടി കണ്ണുവെക്കുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മലാഞ്ച്കണ്ട് പ്രോജക്റ്റ് അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്താണെന്നുള്ളത് നോക്കുക. അതിനുശേഷം മാത്രം ഇതിൽ നിക്ഷേപിക്കുക. ഫണ്ടമെൻ്റലി വളരെ ഫിറ്റായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. പക്ഷേ ഈ ഒരു വില നിലവാരം അതിൽ നിന്നും ഏകദേശം ഒരു 10-20% വരെ താഴെ വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഹ്രസ്വകാല നിക്ഷേപകരായിട്ടുള്ളവർ ഈ ഒരു വില നിലവാരത്തിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കില്ല. പക്ഷേ എന്നാലും നിങ്ങൾ റിസ്ക് ആപ്പിറ്റൈറ്റ് തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. പലരും ചോദിക്കുന്ന വലിയൊരു ചോദ്യം എന്തുമാത്രം റിട്ടേൺസ് ലഭിക്കുമെന്നുള്ളതാണ്. ഒരു 3 വർഷത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ പോലും ഒരു 3 വർഷത്തിനുള്ളിലൊക്കെ ചിലപ്പോൾ ഇതൊരു 80-100% വരെ റിട്ടേൺസ് നൽകിയേക്കാം. അല്ലാതെ പെട്ടെന്നൊരു ബ്രേക്ക് ഔട്ടായിട്ട് ഒരു 6 മാസം കൊണ്ട് ഇരട്ടിയാകും ആ രീതിയിലൊന്നും നിങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടി നിൽക്കരുത്. കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വേണ്ടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.